RSPയുടെ ഗതികേടിനെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. UDFിലേക്ക് പോവുകയും ചെയ്തു, കിട്ടേണ്ടതൊന്നും കിട്ടിയുമില്ല എന്നതാണ് പ്രശ്നം. ഏറ്റവും അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാടുനീളെ RSPക്കാരെ കോൺഗ്രസുകാർ കാലുവാരി എന്നാണ് കേൾക്കുന്നത്. ചുരുക്കത്തിൽ നീണ്ടകര ചവറ പാർട്ടി എന്ന പേര് പോലും നഷ്ടപ്പെടുമോ? അല്ല, RSP നിങ്ങൾ ചവറയെന്ന് നീണ്ടകരയെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതല്ല. RSP ഒരു സംസ്ഥാന പാർട്ടിയാണ്. RSP കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചു. കാലടി, എറണാകുളത്ത് കാലടി ജില്ലാ പഞ്ചായത്തിൽ PK വാസുദേവൻ നായരുടെ മകൾ വിജയിച്ച സ്ഥലത്ത് 682 വോട്ടിനാണ് അവർ ജയിച്ചത്. അവിടെ മത്സരിച്ച RSP സ്ഥാനാർത്ഥിയാണ്. ആലപ്പുഴ ജില്ലയിൽ മത്സരിച്ചു. സംസ്ഥാനത്തൊട്ടാകെ 10ഓളം ജില്ലാ പഞ്ചായത്തുകൾ മത്സരിച്ച്, നിരവധി ഗ്രാമപഞ്ചായത്തുകൾ മത്സരിച്ചു. മത്സരിക്കാൻ ആർക്കാണ് കഴിയാത്തത്? കെട്ടിവയ്ക്കാൻ കാശുണ്ടായാൽ ആർക്കും മത്സരിക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരേ ഒരു സീറ്റിൽ ജയിച്ചോ? ജയിക്കുന്നതിലാണല്ലോ കാര്യം. കോൺഗ്രസുകാർ കാലുവാരി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് RSPക്ക് ഈ ഗതി? ന്യൂനപക്ഷ സമുദായത്തിന്റെ വോട്ട് ചോർന്നു പോയിട്ടുണ്ട്. ന്യൂനപക്ഷമാണല്ലോ RSPയെ എല്ലാ കാലവും ജയിപ്പിക്കുന്നത്. അത് കാര്യം. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ചതിച്ചു എന്ന്. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ നിരന്തരം ചതിച്ചാൽ പ്രശ്നം തന്നെയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ? UDFിൽ തുടർന്നാൽ ഇതിലും കഷ്ടമാകും സ്ഥിതി. അതൊക്കെ സാഹചര്യം അനുസരിച്ച് ഇവിടുന്നേ കുനിയണ്ടല്ലോ. നമ്മൾ 5-6 മാസം ഉണ്ടല്ലോ. അപ്പോൾ ആ മാസം അവിടെ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ഇപ്പോഴേ കുനിയണോ? നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. അല്ല, നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. മാറുകയും മാറാതിരിക്കുകയും ചെയ്യുക. മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. അതിപ്പോൾ നേരിട്ട് പറയണ്ടല്ലോ. അവിടെ പരിഗണന ഒന്നും കിട്ടില്ല എന്ന് പറയുന്നു. VS ആണെങ്കിൽ അപ്പുറത്ത് നിന്ന് വാടാ മക്കളെ എന്ന് നീ ഇട്ടി വിളിക്കുന്നു. RSP ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നർത്ഥം. അല്ലല്ല, അത് മലയാള ഭാഷയിലാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഈ സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി. കൊല്ലം സീറ്റിന് വേണ്ടി കവാത്തല്ല മറ്റു പലതും മറന്നില്ലേ എന്നാണ് VSും കൂട്ടരും തിരിച്ചു ചോദിക്കുന്നത്. സീറ്റിനും സ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള താൽക്കാലിക യുദ്ധങ്ങളാണ് RSP ഇപ്പോൾ നടത്തുന്നത്. അല്ലാതെ മുന്നണി വിടാനുള്ള പരിപാടിയൊന്നുമല്ല. RSPയെ ഉമ്മൻചാണ്ടി രക്ഷിക്കട്ടെ. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.